ഇന്ന് നമുക്ക് ഒരു മീനച്ചാറിൻ്റെ വീഡിയോ ആയാലോ? നമുക്ക് നല്ല ചീലാവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാമേ. നമ്മൾ ഈ മീനിനെ ഇവിടെ ചീലാവെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ പേരൊക്കെ ആയിരിക്കുമേ. അപ്പോൾ ഞാനത് കഴുകി വൃത്തിയാക്കി കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ എന്തായാലും വറക്കുമ്പോൾ ഈ മീൻ ചെറുതായിട്ടൊന്ന് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് അങ്ങ് എടുത്ത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിടാം. അരപ്പിന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ല കറിവേപ്പിലയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് തോനെ ഇട്ട് കേട്ടോ, കാരണം നല്ലൊരു മണമാണ് ഈ അരപ്പിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ വരുമ്പം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ചേക്കാം, കാരണം അരപ്പൊക്കെ ഒന്ന് പിടിച്ച് അതൊന്ന് സെറ്റാവാൻ വേണ്ടി. കറിവേപ്പില കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ, നല്ലൊരു മണമാണ്, വറക്കുമ്പോഴും നല്ല മണമാണേ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും അരപ്പൊക്കെ അതിൽ പൊതിഞ്ഞ് നന്നായിട്ടിരിപ്പുണ്ടായിരുന്നേ. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഞാൻ നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത്. നല്ലെണ്ണയിൽ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം, പക്ഷേ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ മീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമ്മൾ നന്നായിട്ട് മൂത്തിട്ട് വേണം അപ്പുറം വശം തിരിച്ചിടാൻ, ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്കതുകൊണ്ട് നല്ലെണ്ണക്ക് കിട്ടിയിട്ടുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കി അച്ചാറിൻ്റെ പരിപാടികൾ നോക്കാം. അപ്പം അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. എണ്ണ ചൂടായപ്പം ഞാൻ കുറച്ച് അധികം കടുക് ഉപയോഗിച്ചു കേട്ടോ, കാരണം എനിക്ക് ഈ കടുക് ഇങ്ങനെ കിടക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് അധികം കടുക് ഇട്ടു. പിന്നെ ഏകദേശം ഒരു 150 ഗ്രാമോളം ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ ഉപയോഗിക്കുന്നോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഏത് അച്ചാറിനും നമ്മൾ വെളുത്തുള്ളി തോനെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ മീനച്ചാറിന് നമ്മൾ വെളുത്തുള്ളിയുടെ അത്രയും ഇല്ലെങ്കിലും ഇഞ്ചി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത്, വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ഇടുന്നില്ല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ മൂത്ത് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മുടെ കാശ്മീരി പൊടിയാണ്, കളറ് മാറ്റം വരുന്നുണ്ട്. അത് ഈ വീഡിയോയുടെ ഈ ലൈറ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കായപ്പൊടിയും ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. കട്ടക്കായം വേണമെങ്കിൽ ഉപയോഗിക്കാം. എനിക്ക് അതങ്ങോട്ട് ശരിയാവാത്തതുകൊണ്ടാണ് ഞാൻ ഈ പൊടിക്കായ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെറിയ തീയിലിടാം കേട്ടോ, തീ കുറച്ച് കൂടി പോകുന്നത്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ചീലാവ് അച്ചാറിട്ട് എടുക്കുമ്പോൾ ഏകദേശം നമ്മൾ ഈ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തില്ലേ, അതുപോലെ ഇരിക്കും കേട്ടോ. നമുക്ക് കാണാമേ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി അധികം ഉപയോഗിക്കുന്നത് എനിക്ക് താല്പര്യമില്ല, എന്നാലും പക്ഷേ മീനച്ചാറിന് നമ്മൾ വിനാഗിരി ഉപയോഗിച്ചില്ലെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ. കാരണം ആ ഒരു മണവും എന്ന് വെച്ചാൽ ആ ഒരു പുളിപ്പൊക്കെ വരണമെങ്കിൽ വിനാഗിരി തന്നെ വേണം. കുടംപുളിയൊക്കെ ചിലർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ കുടംപുളി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ടേസ്റ്റ് എനിക്ക് വന്നില്ല. അതുകൊണ്ട് വിനാഗിരി തന്നെ ഉപയോഗിച്ചത് കേട്ടോ. വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അരപ്പൊക്കെ അങ്ങ് കുറുകും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ മീനും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് ഡ്രൈ ആക്കിയാണ് ഇട്ട് കൊടുത്തത്, കാരണം ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാറിട്ടത്, ഹസ്ബൻഡിന് കൊണ്ടുപോകുന്നതിന്. അതുകൊണ്ട് എണ്ണയൊന്നും പുറത്ത് വരാതെ കുറച്ച് ഡ്രൈ ആക്കി ഇട്ടത്. അപ്പം നമ്മുടെ അച്ചാർ സൂപ്പറായിരുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ.